ഹായ് കൂട്ടുകാരി, എൻ്റെ പേരാണ് സായുജന. ശൈത്യവസന്തകാലം എന്ന ഒരു കഥയാണ് പറയാനായി പോകുന്നത്. പണ്ടൊരു ഗ്രാമത്ത് അപ്പൂപ്പനും അമ്മൂമ്മയും താമസിച്ചിരുന്നു. അവരുടെ കൂടെ 5 ഓമന മൃഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഗ്രാമത്ത് വിശേഷ ദിവസം വരുന്നുണ്ടായിരുന്നു. അമ്മൂമ്മ ചിന്തിച്ചു, നമുക്ക് ഈ കോഴിയെ കൊന്നാലോ, എന്നിട്ട് നമ്മൾക്ക് ഭക്ഷണമായി കഴിക്കാം. കോഴി ഇത് കേട്ടു. അയ്യോ, എന്നെ കൊല്ലും പറഞ്ഞ് രാത്രി പേടിച്ചു ഓടി കാട്ടിലേക്ക്. രാവിലെ തെരഞ്ഞിട്ടും കാണാനില്ല കോഴിയെ. അപ്പോൾ നമുക്ക് ഈ ആടിനെ കൊല്ലാൻ പറഞ്ഞു. ആടിത് കേട്ടു താറാവിനെ കൊണ്ട് പറഞ്ഞു, താറാവേ നമുക്ക് പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടാളെയും കൊല്ലും പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് കാട്ടിലേക്ക് രാത്രി പോയി. രാവിലെ ഒന്ന് നോക്കുന്നു, പിന്നെയും കാണാനില്ല. എന്നിട്ട് പന്നിയുണ്ട്, ഈ പന്നീനെ നമുക്ക് കൊന്നാലോ പറഞ്ഞു അപ്പൂപ്പനെ കൊണ്ട്. അപ്പൊ ഈ പന്നീനെ കൊല്ലാൻ പറഞ്ഞിട്ട് പന്നി ഇത് കേട്ടു, പേടിച്ചിട്ട് രാത്രി ഓടിപ്പോയി. രാവിലെ ഒന്ന് നോക്കുന്നു, പിന്നെയും കാണാനില്ല. ലാസ്റ്റ് ഈ കാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാളനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാളയും രാത്രി ഓടിപ്പോയി. എല്ലാ മൃഗങ്ങളും കാട്ടിലെത്തി. ചൂട് കൊണ്ട് സന്തോഷത്തോടെ കളിച്ചു. എന്നിട്ട് കാള പറഞ്ഞു, ശൈത്യവസന്തകാലം അല്ലേ വരുന്നത്, അപ്പോൾ നമുക്കൊരു വീടൊക്കെ വേണ്ടേ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവായി. അപ്പോൾ കാള വിചാരിച്ചു, ഞാൻ തന്നെ ചെയ്യണ്ടേ പറഞ്ഞ് ഒരു സുന്ദരമായ വീടുണ്ടാക്കി. എന്നിട്ട് കിടക്കുമ്പോഴാണ് താറാവ് വന്ന്, സുഹൃത്തേ എന്നെയും കൂടി കയറ്റുമോ പറഞ്ഞു. ഞാൻ കേട്ടില്ല. അന്ന് ചോദിച്ചപ്പോൾ നീയൊക്കെ എന്താ പറഞ്ഞു. എന്നാലും നീ എൻ്റെ സുഹൃത്തല്ലേ, കയറിക്കോ പറഞ്ഞ് കയറി. ബാക്കി എല്ലാ മൃഗങ്ങളും വരുന്നു. അവർ എൻ്റെ സുഹൃത്തല്ലേ. സങ്കടമായ കാളയ്ക്ക് എല്ലാവരുടെയും ഉള്ളിൽ കയറ്റി സന്തോഷത്തോടെ താമസിച്ചു. ഇതൊക്കെ കേട്ട കുറുക്കനും കരടിയും ഒരു പണിയുണ്ടാക്കി. എന്താ, ഇവരിനൊക്കെ തിന്നിട്ട് നമുക്ക് ഈ വീട്ടിൽ താമസിക്കാലോ. നല്ല ഐഡിയ പറഞ്ഞ് അവർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കരടി പറഞ്ഞത്, അല്ല, ആര് കൊല്ലും ഇവരിനെ, നീ ബുദ്ധിമാനായ കുറുക്കനല്ലേ, നീ കൊല്ല്. അപ്പൊ ഞാൻ കൊല്ലാ പറഞ്ഞ് ഉള്ളി ഒറ്റ തള്ളി വിട്ടു. കാള വന്നാണ്ട് ഒറ്റ ചവിട്ട്. അയ്യോ, ആട് വന്ന് ഒറ്റ കുത്തം കുത്തിയപ്പോഴത്തെ എന്റെ ക്ഷീണമായി അവന്. കോഴി വന്നു, നിൽക്കടാവിടെ, എന്റെ കയ്യിൽ കിട്ടിയ കത്തിയെവിടെ, കയറെവിടെ? കത്തിയെടുത്ത് കയറിലാക്കി നിന്നെ ഞാൻ കൊല്ലും പറഞ്ഞു. താറാവാണെങ്കിലോ ഒറ്റ മാന്തം കൊടുത്തു, കൊത്തുകയും ചെയ്തു. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നു. കരടിയുടെ കയ്യും പിടിച്ച് ഒറ്റയോട്ടം പോയി. അവർ സന്തോഷത്തോടെ ജയിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരുമയുണ്ടെങ്കിലേ വിജയം നേടാൻ പറ്റുള്ളൂ. ബൈ ബൈ.